നമസ്കാരം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അഖിൽ NRDയും അയാളുടെ വൈഫ് ഒളിച്ചോടി പോയതുമായിട്ടുള്ള വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സംഭവം കേട്ടപ്പോ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ച വല്ല പ്രാങ്കോ വേറെന്തെങ്കിലും ആയിരിക്കും എന്നാണ്. കാരണം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തും സംഭവിക്കാം. നമുക്ക് ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതായിരിക്കില്ല സത്യം. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തത്. ആദ്യം തന്നെ ഇതൊരു ആഘോഷമാക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. കാരണം ഇതൊരു സാധാരണ സംഭവമാണ് എന്നും തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ഇതിനെ എടുത്തിട്ട് വലിച്ചു കീറാൻ ഞാൻ നിൽക്കുന്നില്ല. കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ല. മനുഷ്യന്മാരുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പിന്നെ മേഘയുടെ മാനസികാവസ്ഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മേഘ ചെയ്തത് 100% തെറ്റാണ്. എല്ലാവരും പറയുന്നുണ്ട് അഖിൽ NRDയുടെ ഭാഗത്തും എന്തൊക്കെയോ തെറ്റുകളുണ്ട്, അതുകൊണ്ടാണ് മേഘ ഇറങ്ങിപ്പോയത്. ഒരു പെൺകുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ളൊരു വാലിഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവനെ വിട്ടുപോവുക. ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ട്. സുഖമായിട്ട് വളരെ മാന്യതയോട് കൂടിയിട്ട് സ്വന്തം ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് വാങ്ങിക്കാം. അവൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവന് വേറെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങിക്കാം. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യാം. ഞാൻ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഒഴിയുകയാണ്, എനിക്ക് അയാളുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ആവുകയാണ്. പക്ഷേ മേഘ ഈ ഒരു ചെയ്ത പ്രവൃത്തിയെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭാര്യ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ആ ഭർത്താവിനുണ്ടാകുന്ന ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തെ കാര്യം മാനസിക വിഷമം, രണ്ടാമത്തെ കാര്യം അയാളെ നാട്ടുകാർ മുഴുവൻ വേറെ പല രീതിയിൽ ചിത്രീകരിക്കും. ഉറപ്പായിട്ട് ചിത്രീകരിക്കും. അതിപ്പം അയാൾക്ക് എന്ത് വേറെ വിഷയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളെ നാട്ടുകാർ വേറെ പല രീതിയിൽ ചിത്രീകരിക്കും. നേരെ മറിച്ച് ഈ അഖിൽ NRDയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മേഘ ചെയ്യേണ്ടത് ഇതല്ലായിരുന്നു. പിന്നെ മേഘയും കാണിച്ചത് അതേ പരിപാടി തന്നെയല്ലേ, വേറൊരുത്തിന്റെ കൂടെ ഇറങ്ങി പോവുക, അതും ഒരു മെനയില്ലാത്ത ഒരുത്തിന്റെ കൂടെ. അത് ഞാൻ സൗന്ദര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, അവനെപ്പറ്റി വേറെ പല രീതിയിലുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒരു ബസ്സിലെ കിളിയാണ്, അവൻ വായി നോക്കിയാണ്, അവൻ ശരിയല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ മേഘയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. നല്ല രീതിയിൽ മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് സ്വന്തം മാതാപിതാക്കളെയും കൂടിയാണ് അവൾ വഞ്ചിച്ചത്. സ്വന്തം ഭർത്താവിനെ മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളെയാണ്. അവരുടെ കല്യാണം നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതായിരിക്കും. വളരെ മനോഹരമായിട്ട് തന്നെ മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ട ആ മാതാപിതാക്കളെയും കൂടി വഞ്ചിക്കുകയല്ലേ ചെയ്തത്. മേഘയെ സംബന്ധിച്ചിടത്തോളം മേഘയ്ക്ക് അഖിൽ NRDയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞിട്ട് ഇറങ്ങി പോകാമായിരുന്നു. സോ മേഘയുടെ ആ ഒരു സിറ്റുവേഷനെ എനിക്കൊരു രീതിയിലും ന്യായീകരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളെല്ലാവരും എടുത്ത് ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ്. ഈവൻ ഇതിനെക്കാട്ടിൽ മോശമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ ഞങ്ങളുടെ നാട്ടില് എനിക്കൊന്നും ഒരു 4-5 വർഷം മുമ്പാണ്, 5 വർഷത്തിൽ മേലായി കാണും. ആ സമയത്ത് ഞങ്ങള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ഈ ബസ്സിലെ കുറെ കിളികൾ കാണുമല്ലോ, ആ നാട്ടിൽ കുറെ അറിയപ്പെടുന്ന കിളികളുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരാള് ഞങ്ങളുടെ ആ ഒരു സ്ഥലത്ത്, തൊട്ടടുത്തല്ല പക്ഷെ ആ ഒരു സ്ഥലത്ത് ഒരു വീട്ടില് പെണ്ണ് കാണാൻ പോയി. അപ്പൊ ഈ പെണ്ണ് കാണാൻ പോയ വീട്ടിലെ ആ ഒരു പെണ്ണിന്റെ, ആ പെൺകുട്ടിയുടെ അമ്മയുമായിട്ട് ഒളിച്ചോടിപ്പോയി ഈ പറയുന്ന പെണ്ണ് കാണാൻ പോയ കിളി. അപ്പൊ ഈ അമ്മ പോയത് മകളെ കല്യാണം കഴിപ്പിക്കാൻ വെച്ച സ്വർണവുമായിട്ടാണ്. അപ്പൊ ആ ഒരു ഭർത്താവിന്റെ മകളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പെൺകുട്ടിക്ക് കല്യാണപ്രായമായി, ഇനി കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ പലതും പറഞ്ഞു പരത്തും. നമ്മുടെ നാട്ടുകാര് ആ സെക്കൻഡിൽ തന്നെ, അമ്മ ഒളിച്ചോടിപ്പോയ ആ സെക്കൻഡിൽ തന്നെ മകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും എഴുതും. കാരണം അമ്മ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഒരു 2-3 വർഷത്തേന് ആ കുടുംബം അനുഭവിക്കുന്ന നാണക്കേടും മാനസികാവസ്ഥയും അത് വലിയൊരു ഇതാണ്. നമ്മൾ എത്രത്തോളം, നമ്മൾ ആരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ അനുഭവിക്കാൻ പോകുന്ന മാനസികാവസ്ഥ, ആ ഒരു ട്രോമ എന്ന് പറയുന്നത് അത് വലുതായിരിക്കും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് നടക്കാത്ത കാര്യമൊന്നും അല്ല. ഇത് അത്രയ്ക്ക് വലിയ ഊതിപ്പെരുപ്പിച്ച് കാണിക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണിക്കേണ്ടി വരും. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന, ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന ആൾക്കാർ ഇത്തരം തോന്നിവാസം കാണിക്കുമ്പോൾ അതിനെനിക്ക് തോന്നുന്നു എഫക്റ്റ് കൂടും. ഇപ്പം മേഘയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് വാദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ല കാണിക്കേണ്ടത്.
അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ രീതിയിൽ കാണിക്കുന്ന ഒരു പെണ്ണിനെ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതായത് എന്തായാലും ഒരു സുപ്രഭാതത്തിൽ മേഘ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതായിരിക്കില്ലല്ലോ. നേരത്തെ തന്നെ ചാറ്റ് ഉണ്ടായിരിക്കാം, അവനുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം, മെസ്സേജ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതായത് കല്യാണം കഴിച്ച ആ ഒരു സമയത്ത് തന്നെ സ്വന്തമായിട്ടൊരു ഭർത്താവ് ഉള്ള സമയത്ത് ആ ടൈമിൽ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നല്ലൊരു സ്ത്രീയുടെ ലക്ഷണമാകുന്നത്? അതല്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നല്ലതാകുന്നത്? അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കും? ഇനി നേരെ മറിച്ച് അഖിലന്നാരുടെ ഭാഗത്തും അങ്ങനത്തെ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് അവൾ അങ്ങനെയാണ് കാരണം പറഞ്ഞതെന്നാണ് പറയുന്നത്. അഖിലിന് വേറെ അവിഹിതമുണ്ട്, അതുകൊണ്ട് എനിക്ക് അഖിലിനൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഭർത്താവിന് അവിഹിതമുണ്ട്, ഉറപ്പായിട്ടും അത് തുറന്നു കാണിക്കാം. മേഘ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ അവളെ അംഗീകരിച്ചതിനെ, സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ ഇവിടെ മേഘയുടെ പ്രവൃത്തിയെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല, ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം മേഘ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ചതിച്ചത് സ്വന്തം ഭർത്താവിനെ മാത്രമല്ല, മാതാപിതാക്കളെയും കൂടിയാണ്. അങ്ങനെ ഞാൻ പറയും, ഉറപ്പായിട്ടും പറയാം. അവരുടെ നാണക്കേടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നാടറിഞ്ഞ് ഒരാളുടെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ടൊരു മകള് ഏതോ ഒരുത്തൻ്റെ കൂടെ, ഏതോ ഒരു ഇതും ഇല്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. ഇപ്പൊ സ്വർണവും പണവും ഒക്കെ എടുത്തോണ്ടായിരിക്കും ഇറങ്ങിപ്പോയത്. നാളെ മേഘയുടെ ജീവിതം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നല്ലതാകുമെന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? നാളെ അവരുടെ ജീവിതം കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ഒപ്പം പോയപ്പോൾ അവൻ അവളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, എന്ത് ചെയ്തു കഴിഞ്ഞാലും ആരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകത്തില്ല. ഇനിയിപ്പോൾ നേരെ മറിച്ച് അഖിലിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിലും ആൾക്കാർ ആ മിസ്റ്റേക്ക് ആണോ സംസാരിക്കാൻ പോകുന്നത്? ഒരിക്കലും അല്ല. മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല, എനിക്ക് അതിനെ പറ്റിയിട്ട് യാതൊരു രീതിയിലുള്ള തെളിവുകളും ഇല്ല, അതുകൊണ്ട് എനിക്കത് പറയാനും പറ്റില്ല. അഖിലിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് എൻ്റെ തെളിവൊന്നുമില്ല. ഇനി അത് തെളിവുകൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. പക്ഷേ അങ്ങനെ വെളിയിൽ വന്നാലും ആൾക്കാർ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് മേഘയുടെ കാര്യം തന്നെയായിരിക്കും. ചെയ്തത് വൃത്തികേടാണെന്ന് ഞാൻ പറയും. മഹാമോശമായിട്ടുള്ള കാര്യം, വൃത്തികേടാണ്. ഇതൊരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതോ എക്സാമ്പിൾ ആക്കാൻ പറ്റുന്നതോ കാര്യമല്ല. ഇനി നാളെ മേഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആൾക്കാർ എന്ത് പറയും? അവർക്ക് അത് തന്നെ വേണം, അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയതല്ലേ എന്നേ പറയത്തുള്ളൂ. ആ കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് ആര് കണ്ടു? ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ്. രാഖി രാമനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയവൻ വേറെ പല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും. ചിലപ്പോൾ അവളുടെ സ്വർണ്ണമായിരിക്കാം അവൻ്റെ ഉദ്ദേശം, ചിലപ്പോൾ അവളുടെ പണമായിരിക്കാം, ചിലപ്പോൾ ശരീരമായിരിക്കാം, അങ്ങനെ പല ഉദ്ദേശങ്ങൾ കാണും. ആ ഉദ്ദേശങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ കറിവേപ്പില പോലെ എടുത്തങ്ങ് കളയും. ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അപ്പോൾ സ്വന്തം ഭാവി സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വ്യക്തികൾക്കും ഉണ്ട്. ഇതൊന്നും അങ്ങനെ എക്സാമ്പിൾ ആക്കി കാണിക്കേണ്ട ഒരു കാര്യമല്ല. ശരിക്കും മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നടന്നത്.